കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അത് സ്നേഹം കൊണ്ട് നിർമ്മിച്ച ഒരു കൊച്ചു ലോകമാണ്. പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കുന്ന ഈ കൊച്ചു കുടുംബത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. അജു, നീ ആ ഫോണിൽ നോക്കിയിരിക്കാതെ പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ദേ ചേച്ചി നോക്ക്, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടോ? ഇന്ന് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. ചേച്ചി നമുക്കൊരു പോസ്റ്റ് ഇട്ടാലോ? എല്ലാവർക്കും ഈ ദിനത്തിന്റെ പ്രാധാന്യം അറിയാനാകും. നല്ല ആശയമാണ് അജു, അതിനെന്താ, നമുക്ക് തീർച്ചയായും ഇടാം. അർബുദത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും അതിന്റെ പ്രതിരോധം, ചികിത്സ എന്നിവയുടെ അറിവ് വളർത്തുന്നതിനുമായി ഫെബ്രുവരി 4 അന്താരാഷ്ട്ര തലത്തിൽ ക്യാൻസർ ദിനം ആചരിക്കുന്നു. 2008 എഴുതിയ ലോക ക്യാൻസർ പ്രഖ്യാപനത്തിന്റെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി യൂണിയൻ ഫോർ ഇന്റർനാഷണൽ ക്യാൻസർ കൺട്രോളാണ് ലോക ക്യാൻസർ ദിനത്തിന് നേതൃത്വം നൽകുന്നത്. ലോക ക്യാൻസർ ദിനത്തിൽ പ്രാഥമിക ലക്ഷ്യം ക്യാൻസർ മൂലമുണ്ടാകുന്ന അസുഖവും മരണവും ഗണ്യമായി കുറയ്ക്കുക എന്നതാണ്. ഐക്യരാഷ്ട്രസഭയാണ് ഈ ദിനം ആചരിക്കുന്നത്. ഈ വർഷത്തെ 2025 ക്യാൻസർ ദിനത്തിൽ യുണൈറ്റഡ് ബൈ യൂണിക് എന്നതാണ്. നമുക്ക് ഇത്തവണ ലോക ക്യാൻസർ ദിനത്തിന് ഈ ഒരു പോസ്റ്റിൽ മാത്രം നിർത്താതെ ഒരു ചെറിയ ബോധവൽക്കരണ വീഡിയോ കൂടി തയ്യാറാക്കാം. മറ്റൊരു പ്രശസ്ത വ്യക്തിയെയും കുറിച്ച് ഈ ദിനത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതാരാ ചേച്ചി? ഈ ഫെബ്രുവരി 4 ഫേസ്ബുക്ക് 21 വയസ്സിലേക്ക് കടക്കുകയാണ്. മാർക്ക് സൂക്കർബർഗാണ് ഫേസ്ബുക്ക് സ്ഥാപിച്ചത്. 2024 ഫേസ്ബുക്ക് സ്ഥാപിച്ചപ്പോൾ ഒരു ചെറിയ ആശയമായിരുന്നു ഇത്. യൂണിവേഴ്സിറ്റിക്ക് ചുറ്റുമുള്ള ആളുകളെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റ് സൃഷ്ടിക്കാനാണ് സൂക്കർബർഗ് ഉദ്ദേശിച്ചത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി അത് മാറി. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഇതെന്താ ഇവിടെ രണ്ടുപേരും കൂടി നല്ല സന്തോഷത്തിലാണല്ലോ? ആയി, അച്ഛൻ വന്നല്ലോ. അച്ഛാ, അതെന്താ അച്ഛന്റെ കയ്യിൽ? ഓ അതോ, ഇത് നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അപ്പോ അച്ഛൻ അതെനിക്ക് വേണ്ടി കൊണ്ടുവന്നായിരിക്കും. അജുവിന് പുസ്തകം വായിക്കാൻ മടിയാണല്ലോ. ഇത് ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും മഹാനായ എഴുത്തുകാരിൽ ഒരാളായ ചാൾസ് ഡീക്കൻസിന്റെ ഒലിവർ ട്വിസ്റ്റ് ആണ്. ബോസ് എന്ന തൂലിക നാമത്തിലാണ് അദ്ദേഹം എഴുതുന്നത്. ജനപ്രീതിയുടെ കാര്യത്തിലും കലാമൂല്യത്തിന്റെ കാര്യത്തിലും വിശ്വസാഹിത്യ കൃതികളുടെ മുൻനിരയിലാണ് ഡീക്കൻസിന്റെ കൃതികളുടെ സ്ഥാനം. അദ്ദേഹത്തിന്റെ ഒലിവർ ട്വിസ്റ്റ് എത്രയോ ആളുകളുടെ ബാല്യകാല സ്മരണകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഫെബ്രുവരി 7 ചാൾസ് ഡീക്കൻസ് ദിനമാണ്. അച്ഛൻ ഈ ഓരോ ടെസ്റ്റ് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടെന്നോ? ഞാൻ ഒറ്റയിരിപ്പിലിരുന്ന് വായിച്ചു തീർത്ത ഒന്നാണിത്. വായിച്ചു തുടങ്ങിയാൽ ഈ പുസ്തകം വായിച്ചു തീരാതെ താഴെ വയ്ക്കാൻ പോലും തോന്നില്ല. ഞാനിതിന്റെ സമ്മറി നിനക്ക് പറഞ്ഞു തരാം. അച്ഛൻ അവന് കഥ പറഞ്ഞു കൊടുക്ക്, ഞാൻ പോയി വായിച്ചു നോക്കട്ടെ. Oliver Twist, an orphan born in a workhouse, grows up facing hunger and cruelty. After asking for more food, he is sent away and eventually runs to London, where he meets the artful dodger and criminal Fagin. Fagin trains boy to steal, and Oliver is wrongly accused when a theft goes wrong. A kind gentleman, Mr. Brownlow, takes Oliver in, but Fagin and the brutal Bill Sykes kidnap him back. Forced into a burglary, Oliver is shot and left behind, but kind strangers Miss Maylie and Rose rescues him. Meanwhile, a sinister man named Monks plots to ruin Oliver, hiding the truth that Oliver is from a wealthy family. With Mr. Brownlow's help, Monk's scheme is exposed and Fagin is caught. Rose is revealed to be Oliver's aunt, securing his place in a loving home. Bill Sykes meets a tragic end, and Oliver finally escapes the world of crime. In the end, Oliver finds happiness with Mr. Brownlow, safe and love. കളകളമൊഴുകി വരും കുളിരലയിൻ
നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോ റേഡിയോ പ്രിയോ കളകള ഒഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോ റേഡിയോ പ്രിയോ റേഡിയോ പ്രിയോ. അച്ഛാ, ദേ റേഡിയോ പ്രിയർ തുടങ്ങി. ഈ ആഴ്ചയിലെ റേഡിയോ പ്രിയർ അവതരിപ്പിക്കുന്നത് ആ ചേച്ചിയുടെ ക്ലാസ്സിലെ കുട്ടികളാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ പ്രിയോർ. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നയനയിൽ നിന്നും സാൻഡിയ ഡേവിസ്, ഷിനി ടീച്ചറിനും കൂട്ടുകാർക്കുമൊപ്പം. ചന്ദ്രലേഖ എന്ന ചിത്രത്തിൽ ബേണി ഇഗ്നേഷ്യസ് ഈണമിട്ട് KS ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. പാടുന്നത് നയനയിൽ നിന്നും ആദിത്യയും ആരാധ്യയും. അമ്മുമ്മക്കിളി വായാടി അല്ലിപ്പൂമ്പുഴ താന്തോന്നി അമ്മാനം കടവത്തെ അണ്ണാർക്കങ്ങനെ അഹങ്കാരി കാണാ കുയിലേ നിന്നെ പോലെ കന്നി നിലാവോ കിന്നാരി അതിനിഷ്ടം കൂടാൻ ചങ്ങാലി. അമ്മുമ്മക്കിളി വായാടി അല്ലിപ്പൂമ്പുഴ താന്തോന്നി അമ്മാനം കടവത്തെ അണ്ണാർക്കങ്ങനെ അഹങ്കാരി കാണാ കുയിലേ നിന്നെ പോലെ കന്നി നിലാവോ കിന്നാരി അതിനിഷ്ടം കൂടാൻ ചങ്ങാലി. ചിറ്റോളം കിക്കിളി നെയ്താൽ ചിരിച്ചോടും ചുരുളൻ വെള്ളം ചുമ്മാ കൊഞ്ചും തഞ്ചക്കാരി കാക്കാലൻ ഞണ്ടിന് മെല്ലെ കടക്കണ്ണാൽ ചൂണ്ടയെടുക്കും കർക്കിടരാവോ ചൂണ്ടക്കാരി. രാക്കൂട്ടിലെ കുളക്കോഴിയോ കാവോലത്തെ കളിഞ്ഞോഴിയായി കിങ്ങിണി കെട്ടി പാഞ്ഞോടും മഞ്ഞമി മുല്ല പൂങ്കാറ്റു ചേലോലും ചങ്ങാതിയായി. അമ്മുമ്മക്കിളി വായാടി അല്ലിപ്പൂമ്പുഴ താന്തോന്നി അമ്മാനം കടവത്തെ അണ്ണാർ കണ്ണന അഹങ്കാരി കാണാ കുയിലേ നിന്നെ പോലെ കന്നി നിലാവോ കിന്നാരി അതിനിഷ്ടം കൂടാൻ ചങ്ങാലി. ഇന്നെന്താ അച്ഛനും മക്കൾക്കൊന്നും വിശപ്പൊന്നുമില്ലേ? വാ വന്ന് ചോറ് കഴിക്ക്. അമ്മേ, ഇന്നെന്താ കറി? വേഗം വാ, നിനക്ക് ഇഷ്ടപ്പെട്ട നല്ല ഒന്നാം തരം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ആഹാ, മാമ്പഴ പുളിശ്ശേരിയോ? അമ്മയുടെ മാമ്പഴ പുളിശ്ശേരി എന്തൊരു രുചിയാണ്. എങ്ങനെയാണ് അമ്മേ ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്? എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇത് വലിയ ഇഷ്ടമാണ്. മോൻ വാ, വന്നിരുന്ന് കഴിക്ക്. ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കേണ്ടതെന്ന്. ചന്ദ്രക്കര മാമ്പഴമാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഒരു മൺചട്ടിയിൽ മാമ്പഴം തൊലി കളഞ്ഞതിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ശർക്കരയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി വേവിക്കുക. തേങ്ങയും ജീരകവും കുറച്ച് തൈരും ചേർത്ത് ഒരു മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. മാമ്പഴം പാകത്തിന് വെന്ത ശേഷം അരച്ചു വെച്ച തേങ്ങയും ചേർത്ത് നന്നായി ചൂടാവുമ്പോൾ കടുകും ഉലുവയും കറിവേപ്പിലയും വറ്റൽമുളകും എന്നിവ അല്പം വെളിച്ചെണ്ണയിലൊന്ന് താളിച്ച് പുളിശ്ശേരിയിലേക്ക് ഒഴിക്കുക. കുറച്ച് നെയ്യ് ചൂടാക്കി ചേർത്താൽ രുചി കൂട്ടാം. മൂളിപ്പാട്ട് പാടി നടക്കാതെ അങ്ങോട്ട് മുഴുവൻ പാടാൻ ചേച്ചി. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായി ഓടി വന്നതാണു ഞാൻ അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ അഗ്നിസാക്ഷിയായില താലി ചാത്തിയൻ
ആദ്യാനുരാഗം ധന്യമാകും മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും യമുന നദിയായി കുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴെ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ ഈറനോടെ എന്നും കൈവണങ്ങുമൻ നിർമാല്യ പുണ്യം പകർന്നു തരാം ഏറെ ജന്മമായി ഞാൻ നോമ്പ് നോക്കുമൻ കൈവല്യമെല്ലാം കാഴ്ചവയ്ക്കാം വേളി പെണ്ണായി നീ വരുമ്പോൾ നല്ലോല കുടയിൽ ഞാൻ കൂട്ടുനിൽക്കാം വേളി പെണ്ണായി നീ വരുമ്പോൾ നല്ലോല കുടയിൽ ഞാൻ കൂട്ടുനിൽക്കാം തുളസീതളമായി തിരുമലരടികളിൽ വീണൻ അമ്പലപ്പുഴെ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. ഹായ്, സൂപ്പർ, കൊള്ളാം. അജു, നിന്റെ കയ്യിലുള്ള ഈ പടം കൊള്ളാലോ. ഇത് ഏത് ഇനത്തിൽപ്പെട്ട പട്ടിയുടേതാണ്? ആ, വാ പറഞ്ഞു തരാം. ഇവിടെ ഇരിക്കും. ഇത് ലോകത്തിലാകമാനം കുടുംബങ്ങളുടെയും മൃഗപ്രേമികളുടെയും പ്രിയങ്കരമായ ഗോൾഡൻ റിട്രീവർ ഇനത്തിൽപ്പെട്ട നായയാണ്. എല്ലാവരോടും നല്ല ഇണക്കവും സ്നേഹപൂർണ്ണ സ്വഭാവവും നിഷ്കളങ്കതയുമുള്ള ഒരു വർഗമാണിത്. ഇവക്ക് പ്രത്യേകമായ സുഹൃത്ത് സ്വഭാവമുണ്ട്. എല്ലാ പട്ടിക്കുമുണ്ട് ഒരു ദിവസം എന്ന് പറയുന്ന പോലെ ഇതിനുമുണ്ട് ഒരു ദിവസം. ഫെബ്രുവരി 3 അന്നാണ് നാഷണൽ ഗോൾഡൻ റിട്രീവർ ഡേ. ഈ ടിവിയുടെ റിമോട്ട് എവിടെയാണ് കൊണ്ടുവച്ചേക്കണത്? അജു, നീ റിമോട്ട് എടുത്താ? ഇതല്ലേ റിമോട്ട്. അച്ഛൻ നോക്കിയാൽ മാത്രം കിട്ടാത്ത സാധനം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അന്ന സാൽവിയ. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ഫെബ്രുവരി 4 ലോകമെന്നും ക്യാൻസർ ദിനം ആചരിച്ചു. യുണൈറ്റഡ് ബൈ യൂണീക്ക് എന്നതായിരുന്നു ഈ വർഷത്തെ തീം. ക്യാൻസർ അവബോധം വർദ്ധിപ്പിക്കാനും ക്യാൻസർ ബാധിതർക്കുള്ള ആരോഗ്യ സൗകര്യങ്ങളിൽ ഉള്ള അസമത്വം കുറയ്ക്കുക എന്നതാണ് ഈ ദിനത്തിലെ പ്രധാന സന്ദേശം. കൂനമാവ് സെന്റ് ഫിലോമിന സ്കൂളിൽ വിവിധ പരിപാടികൾ നടന്നു. ഫെബ്രുവരി 4 ഫേസ്ബുക്ക് 21ാം വയസ്സിലേക്ക്. ഫെബ്രുവരി 4 ഫേസ്ബുക്ക് 21 വർഷം പിന്നിട്ടു. 2004 മാർക്ക് സക്കർബർഗും സംഘവും തുടങ്ങിയ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമൂഹ മാധ്യമ വേദികളിലൊന്നായി മാറിയിരിക്കുന്നു. 19ാം നൂറ്റാണ്ടിലെ പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരനായ ചാൾസ് ഡീക്കൻസിന്റെ ജന്മദിനം ഫെബ്രുവരി 7 ആചരിച്ചു. ഒലിവർ ട്വിസ്റ്റ്, എ ടെയിൽ ഓഫ് ടു സിറ്റീസ്, ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് തുടങ്ങിയ കൃതികളിലൂടെ സമൂഹത്തിലെ അനീതികളെ തുറന്നുകാട്ടിയ ഡീക്കൻസ് ഇന്നും വായനക്കാരുടെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ചിരിക്കുന്നു. ചാൾസ് ഡീക്കൻസ് കൃതികളെ പരിചയപ്പെടുത്തി പ്രത്യേക അസംബ്ലി കൂനമാവ് സെന്റ് ഫിലോമിനാസ് സ്കൂൾ നടത്തി. അവസാനമായി കഴിഞ്ഞ ആഴ്ച ആരോഗ്യ, സാങ്കേതിക, സാഹിത്യ സംബന്ധിതമായ ദിവസങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയായി. ഇത്തരം ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ സഹായിക്കുമെന്നത് ഉറപ്പ്. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത വാരം വീണ്ടും കാണാം. നന്ദി. അച്ഛാ, കുട്ടുമാമന്റെ വാവക്ക് എന്ത് പേരാണ് ഇടാൻ പോകുന്നത്? റീഗൺ. റീഗന്നോ? കുട്ടുമാമന് എവിടെ നിന്ന് കിട്ടണം ഇങ്ങനത്തെ പേരൊക്കെ? റീഗൺ നല്ല പേരല്ലേ? 1911 ഫെബ്രുവരി 6 ഇലിനോയിൽ ജനിച്ച അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല
പ്രസിഡന്റായി മാറിയ ആളാണ് റൊണാൾഡ് റീഗൻ. ഒരു ഹോളിവുഡ് നടനായും കാലിഫോർണിയയിലെ ഗവർണറായും പ്രവർത്തിച്ച ശേഷം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായി അദ്ദേഹം ഉയർന്നു. 1981 മുതൽ 1989 വരെ അമേരിക്കയുടെ 40ാമത്തെ പ്രസിഡന്റായി പ്രവർത്തിച്ച് 93-ാം വയസ്സിൽ അൽഷിമേഴ്സ് രോഗം ബാധിച്ച് മരിച്ച റീഗൻ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച പ്രസിഡന്റ് കൂടിയായിരുന്നു. പക്ഷേ നിന്റെ മാമന് റീഗൻ എന്ന പേര് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. അത് നീ മാമനോട് തന്നെ ചോദിക്കണം. ആരോ വന്നേക്കണം, ഞാൻ വായ ഓർക്കട്ടെ. സർപ്രൈസ്! അജു, അവൾ എന്തിയടാ? ചേച്ചി അപ്പുറത്തിരുന്ന് പുസ്തകം വായിക്കുകയാണ്. ഞാൻ വിളിക്കാം. ചേച്ചിയുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാരും ഉണ്ടല്ലോ. ഞങ്ങൾ എല്ലാവരും കൂടി നിനക്കൊരു സർപ്രൈസ് തരാൻ വന്നതാ. സർപ്രൈസോ? എന്തിന്? ഇന്ന് നിന്റെ പിറന്നാളായിട്ട് നീ ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞോ? ഓ, ഈ പ്രാവശ്യം വലിയ ആഘോഷമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കേക്കും വാങ്ങി വന്നത്. വാ, മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ അമ്മു, ഹാപ്പി ബർത്ത്ഡേ ടു യു. വാ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പാട്ട് പാടാം. എന്തിനി വേഗം ഇത്തിരി നേരം പറ്റി പിടിച്ചു ഞാൻ നിന്നോട്ടെ, നിന്നോടെ മൃദുല പ്രതലം അധിക മധുരം അതിമനോഹരം. മാനത്തെ അമ്പിളി ചേരത്തെ കുമ്പിളിൽ കൊണ്ടുവരാനായി സാധിച്ചില്ലെങ്കിലും കാറ്റിലും കോളിലും കൂട്ടുപങ്കിടാൻ ഞാൻ മതി വരുവോളം. ആ നീർ പെയ്തു നിശ്ചയാതെ ഞാൻ കമ്പിളി പോലെ നിന്നെ പുണരാം. ഞാൻ നിന്നുടെ മറത്ത് മെല്ലെ വേരുകളായിട്ടിടാം, നിൻ ഹരിത പർവ്വതാനിയാകാം. എന്തിനി വേഗം ഇത്തിരി നേരം, എന്തിനി വേഗം ഇത്തിരി നേരം പറ്റി പിടിച്ചു ഞാൻ നിന്നോട്ടെ, നിന്നോടെ മൃദുല പ്രതലം അധിക മധുരം അതിമനോഹരം. മാനത്തെ അമ്പിളി ചേലത്തെ കുമ്പിളിൽ കൊണ്ടുവരാനായി സാധിച്ചില്ലെങ്കിലും കാറ്റിലും കോളിലും കൂട്ടുപങ്കിടാൻ ഞാൻ മതി വരുവോളം. പാട്ടുപാടി ക്ഷണിച്ചിട്ടുണ്ടാവല്ലോ. വാ, വന്ന് പായസം കുടിക്കാൻ. ആന്റി, എന്ത് പായസമാണ്? പാലട പായസം. ആ, പാലട പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് അന്താക്ഷരി കളിച്ചാലോ? ഞാനുമുണ്ട്. ആ, വാ, നിന്നെയും കൂട്ടാം. ആദ്യം ഞങ്ങൾ പാടാം. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനും തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി മയങ്ങി മാ. മാണിക്യ മലരായ പൂവേ, മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. നാരി നാ. നീയെല്ലാ നേരം കാറ്റിൻ്റെ വാതിൽ ചാരാതെ പോകുന്നു, മാമ്പൂക്കൾ പൂക്ക നീഹാരം പെയ്യാറാവെന്തേ നീറുന്നു. ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ജീവിതയാത്ര തുടരുന്നു. ഇതിന്റെ അണയറയിൽ പ്രവർത്തിച്ചവരെ പരിചയപ്പെടാം. അച്ഛൻ ജീവൻ, അമ്മ ഏഞ്ചൽ റോസ്, അമ്മു, അനോമ, അജു, അബ്ദുള്ള ഹാദി, ഒപ്പം ആഗിന, ആദിത്യ, ആരാധ്യ, അന്ന, സാൻഡിയ, ഷാലു. വീണ്ടും ഒരു എപ്പിസോഡുമായി അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാം. സൈനിങ് ഓഫ്, നയനി. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും
ചെങ്കടലിൽ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം